നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം ദിലീപിന്റേതായി തിയേറ്ററുകളിലെത്തുന്ന ആദ്യ സിനിമയാണ് ഭബ്ബബ്ബ. ഇപ്പോൾ ചിത്രത്തിലെ ലിറിക് വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. ട്രോളികളിൽ നിറഞ്ഞ ദിലീപ് മോഹൻലാൽ ചിത്രത്തിലെ പാട്ടിനും സിനിമയ്ക്കും ഹൈപ്പ് കുറയുകയാണ്. കേറിയ ഹൈപ്പെല്ലാം താഴ്ത്താൻ വേണ്ടി ഇറക്കിയ സോങ് ആയിപ്പോയി. ഹൈപ്പ് കയറിയ പടത്തിന് പാട്ടിട്ട് ഹൈപ്പ് കുറയ്ക്കാൻ ഷാനിക്ക വന്നിരിക്കുന്നു. സോങ് റീപ്ലേസ് ചെയ്യാൻ വല്ല വഴിയുമുണ്ടെങ്കിൽ അതാണ് നൽകുന്നത്. എന്തോ പോലെ വളരെ മോശമായിപ്പോയി. ഒരു പോസിറ്റീവ് കമന്റെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന കുറേയധികം ആളുകൾ. അന്യഭാഷയിലെ പാട്ട് മലയാളത്തിലേക്ക് ഡബ്ബ് ചെയ്ത പോലെയുണ്ടെന്ന് ചിലർ. ഈ പാട്ട് മാത്രം മതി പടം പൊട്ടാൻ. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ലെന്നും ദിലീപ് ആരാധകരും മോഹൻലാൽ ആരാധകരും ഒരുമിച്ച് പറയുന്നു. അതെ, ദിലീപും മോഹൻലാലും ഒന്നിക്കുന്ന ഭബ്ബബ്ബയിലെ ലിറിക്കൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാട്ട് വന്നതോടെ പെട്ടുപോയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. അതെ, സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ പാട്ടാണ് ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഈ പാട്ടിനെ ട്രോളർമാർ വെറുതെ വിടുന്നില്ല. ഡിസംബർ 18-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിന്റെ ഹൈപ്പ് എല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ്. സോങ് റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ഈ പാട്ട് കോമഡിയായി മാറിയിരിക്കുകയാണ്. ഈ രണ്ട് താരങ്ങൾ എത്തിയിട്ടും പാട്ടിന് ക്വാളിറ്റി ഇല്ലെന്നാണ് ആരാധകർ ഒരുപോലെ പറയുന്നത്. വിനായക് ശശികുമാറിന്റേതാണ് വരികൾ, സംഗീതം ഷാൻ റഹ്മാനാണ്. ഏറെ ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച ഈ രണ്ടുപേരിൽ നിന്ന് ഇങ്ങനെയൊരു മോശം പാട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നാണ് ആരാധകർ പറയുന്നത്. മാത്രമല്ല, അതെങ്ങനെ സംഭവിച്ചു എന്നും ഇവർ ചോദിക്കുന്നു. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ ശേഷം ദിലീപിന്റേതായി തിയേറ്ററുകളിലെത്തുന്ന ആദ്യ സിനിമ കൂടിയാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ്. എന്നാൽ അഴിഞ്ഞാട്ടം സോങ് റിലീസ് ചെയ്തതിനു പിന്നാലെ ആരാധകർക്ക് ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയില്ലാതായിട്ടുണ്ട്. സിനിമയുടെ ഹൈപ്പ് കുറയ്ക്കാനാണോ ഇങ്ങനെയൊരു മോശം പാട്ട് പുറത്തിറക്കിയതെന്നു പോലും ആരാധകർ ചോദിക്കുന്നു. MG ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, നിരഞ്ജ് സുരേഷ് എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഹൈപ്പില്ലാതെയും പാട്ട് പൊളിഞ്ഞുപോയെന്നാണ് കമന്റുകൾ. ഗോകുലം ഗോപാലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ദിലീപിന്റെ തിരിച്ചുവരവ് എന്ന നിലയിൽ വലിയ ആഘോഷ പരിപാടികളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. മറുവശത്ത് പീഡനക്കേസ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി നടക്കുകയാണ്. ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി US സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചത്. ചിത്രത്തിന്റെ കേരളത്തിലെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗും തകൃതിയായി നടക്കുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലറിന് കഴിഞ്ഞ ദിവസം വൻ ഹൈപ്പാണ് ലഭിച്ചത്. ആദ്യാവസാനം പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം അവസാനിക്കുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയാണ് ഇപ്പോൾ റിലീസ് ചെയ്ത ഗാനമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ പണി പാളി. സംഘടനവും ഹാസ്യവും പാട്ടും നൃത്തവും എല്ലാം കോർത്തിണക്കി പ്രേക്ഷകർക്ക് ഒരു ഗംഭീര തിയേറ്റർ അനുഭവം തന്നെയാണ് ഭബ്ബബ്ബ സമ്മാനിക്കുക. ടീസർ, ട്രെയിലർ, ഗാനം എന്നിവയിലൂടെ ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷക പ്രതീക്ഷകൾ വാനോളം ഉയർന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.